ഒരു ഒന്നൊന്നര ഗോള് കാണണമെന്നുണ്ടെങ്കിൽ ആ കണ്ടോളി മക്കളെ. PFC പടിഞ്ഞാറ് വെക്കുന്നല്ല വിവാഹ കപ്പ് അറങ്കര സ്റ്റേറ്റ് ഫ്ലൈറ്റിൽ ആറ്റാ മോനടിച്ച് മലക്കം മറിച്ചിൽ ഏതാ പരിപാടി. നമ്മളെ അറങ്കര സ്റ്റേഡിയത്തിലെ ഫ്ലൈറ്റ് കാണാൻ പോയതാ വിവാഹ കപ്പ് PFCയും ന്യൂ ബസാറും തമ്മിലുള്ള കളി. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത പരിപാടി പെരുഞ്ചാൻ ആകെ പിടുത്തം ആദ്യമായിട്ടൊന്ന് കളയണം വന്നപ്പോൾ അത് ആകെ വണ്ടിയും വലിയ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുടുങ്ങി മനസ്സിലാവും. അങ്ങനെ 200 രൂപ വല്ല നൈസിലേ ഏതോ ഒരു തന്നെ നൈസിൽ ചുറ്റി ഈ കൗണ്ടറൊക്കെ കളക്ഷൻ രാജ്യം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പരിപാടി. അതിൻ്റെ നേരെ ബാക്കിൽ സ്റ്റേഡിയം നോക്കി നിറഞ്ഞ് തിങ്ങിങ്ങനെ നിൽക്കണം. ഒരു 2 കളി കളിക്കുമ്പോഴേ ഇത് നമ്മളെ അറവങ്കരയാണ് കേട്ടോ. നമ്മളെ മലപ്പുറത്ത് ഒരു 6 കിലോമീറ്റർ കാലിക്കട്ട് റൂട്ട്. അങ്ങനെ ഏതായാലും നൈസിൽ ചെക്കൻ വന്നു, ടിക്കറ്റ് വന്നു. ഇതാണ് ഫ്ലഡ് ലൈറ്റ് അഖിലേന്ത്യാസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലോട്ട് കയറി. അത്യാവശ്യം ആളുണ്ട്. നമ്മൾ രണ്ടാമത്തെ കളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് കളി കഴിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ ഏതായാലും സ്റ്റേഡിയം നല്ല മെച്ചത്തിൽ സെറ്റാക്കി വെച്ചുകൊണ്ട് ഫുൾ വെള്ളം കട്ടിച്ച് മിനുക്കി ഒരുക്കി എടുത്തിക്കാൻ കേട്ടോ. നല്ല വൃത്തിയുള്ള സ്റ്റേഡിയം. ഒരു ഹെവി ലെവൽ പരിപാടിയല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയാണ്. ബിരിയാണികൾ പ്ലേയേഴ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ മേൽമുറിന്നും പല ആൾക്കാരുണ്ട്. PFCൻ്റെ ടീംസിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ PFC ഇറങ്ങണം. നമ്മളെ ഷെബിയൊക്കെ നോക്കി ചെക്കൻ നമ്മളെ ചങ്കാണ് വിരിഞ്ഞിങ്ങനെ ഇറങ്ങട്ടോ. നമ്മളെ പടിഞ്ഞാറക്കിൻ്റെ കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ടീമിൻ്റെ കാര്യമാണ്. നമ്മളെ സൂപ്പർ സ്റ്റുഡിയോൻ്റെ ഫുൾ ടീമാണ് നമ്മൾ ഇറക്കണ കുറി. അപ്പോൾ അങ്ങനെ ഏതായാലും കരഘോഷങ്ങളോട് കൂടിയിട്ടുള്ള പടിഞ്ഞാറക്കിൻ്റെ എൻട്രി PFCൻ്റെ ഒരു രക്ഷയില്ല. അപ്പോഴത്തെ ന്യൂ ബസാറുണ്ട്, അവരാണ്ട് നമുക്ക് കാണാൻ പറ്റും. ആ സിറാജിൻ്റെ അടിപൊളി നൈസിൽ വാങ്ങി നിന്ന് കണ്ടേ. അങ്ങനെ അതൊരു വിഷയമല്ല. അങ്ങനെ വെടിക്കെട്ടുകളും പ്രകമ്പനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എൻട്രി കൊടുത്തു. നമ്മളെ ചുങ്കത്തെ നമ്മളെ ചെക്കന്മാർ ആസിഫൊക്കെ വെള്ളിയും കണ്ടിട്ട് നോക്കണതാണ്. അങ്ങനെ ഏതായാലും ന്യൂ ബസാറിൻ്റെ ടീം ഇറങ്ങി. ഒരു രക്ഷയില്ല. വൈബ് ഏത് ചണ്ടിയും ബാൻഡും ശിങ്കാരിമേളൊക്കെ ആയിട്ട് വൻ പരിപാടി. 2 ടീംസും പടം. അതിൻ്റെ അടിപൊളി ചോളപ്പൊരി, കടലൊട്ടായി, ഓറൈസ് ഐറ്റംസ് കറണ്ട് അങ്ങനത്തെ ടീംസ്. ഇതെന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഒരു ആഘോഷമാണ് രാത്രിക്കത്ത്. അതിൽ ചെറുതും വലുതും ആക്കണം. നമ്മൾ ഐസും വാങ്ങി ചെറുതും വലുതും പൊട്ടും ചെറുതും എല്ലാവരും ആദ്യമാരും ഒക്കെ ഉണ്ടാവും. അതൊരു ഭയങ്കര രസമുള്ള പരിപാടി. കൂക്കും പുളി ആറുമ്പുളിയൊക്കെ ആയിട്ട്. അങ്ങനെ ഏതായാലും മക്കളെ പ്രാക്ടീസൊക്കെ തുടങ്ങി. 2 ടീമും ഗ്രൗണ്ടിൽ ഇറങ്ങി. ഭയങ്കര പരിപാടി. ഫസ്റ്റ് PFCൻ്റെ ഫോട്ടോഷൂട്ടാണ്. വിവാഹ കപ്പ് ഇതാക്കണം 2K25. ഏതാ ചക്കന്മാരൊക്കെ നിർത്തലേ. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. പിന്നെ നേരെ ദേശീയഗാനം. അങ്ങനെ ദേശീയഗാനം കഴിഞ്ഞ് ഞങ്ങൾ പതിവ് പോലെ ഹൈഡ്രജൻ ബലൂൺ ഇന്ത്യൻ്റെ ഇതും വെച്ചിട്ട് നേരെ അടിച്ചിട്ട് പറത്തിന് വിട്ട് പോട്ടെ. എല്ലാവർക്കും നമ്മൾ ഫ്രീഡം കൊടുക്കുകയാണ്. കളി തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത പരിപാടി. പട റപ്പ പരിപാടി. ഒന്നങ്ങോട്ട് പോണു, അത് ഇങ്ങോട്ട് പോണു. അബൂ സാലിമിൻ്റെ പ്രത്യേക ഫാൻ ബേസ്. ന്യൂ ബസാറിൻ്റെ അബുവാണ് ഇന്നലത്തെ കളിയിലെ ഒരു ഹീറോ പരിവേഷം നടത്തി ഫാൻ ബേസിലൂടെ. അങ്ങനെ ഏതായാലും കളി തുടങ്ങിയിട്ട് എന്താ പറയുക, ഒരു ഭയങ്കര മുറുക്കത്തിലുള്ളൊരു കളി. പിന്നെ ഭയങ്കര വാശിയേറിയ പോരാട്ടം പോലെ. നമുക്ക് ചില കളികൾ അങ്ങനെയാണല്ലോ, ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന ജാതി. ഇതിങ്ങനെ പട്ട ഈ സൈഡ് വൺ സൈഡ് വരുന്നു. അതിൻ്റെ അടി കൂടെ ഇടക്കിടക്ക് ചെറിയ കച്ചറകളും അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. ലെഫറിനെ കുത്തിനെ പിടിച്ചാലും ചുമരപ്പെട്ട വരുന്നതിലും അപ്പുറത്തും താങ്ങും, അവിടെ നിന്ന് ഇങ്ങോട്ടും താങ്ങും. അതാക്കണം അതാക്കണം. അപ്പോൾ ഒരു ബാക്ക് തോണ്ടണം, ഇപ്പുറത്ത് നിന്ന് കൊടുക്കണം. നല്ലൊരു അളക്കെ കളഞ്ഞ നൈസിൽ അത് പോവുകയും ചെയ്തോ. മുപ്പരൊക്കെ നല്ലൊരു ഏൽക്കലേറ്റ് പോകണം കേട്ടോ. കൈ എന്തോ ഒരു ഷോൾഡർ ഇളകിയെന്നാണ് പറഞ്ഞത്. നല്ല ഏൽക്കലേറ്റ് പോകണം. എൻ്റെ നൈസുമാരും കേട്ടോ സപ്പോർട്ട് ചെയ്യാനൊക്കെ. ഒരു നല്ല അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ നല്ല അപ്പോഴും ഷോ മസ് ഗോ എന്ന് തിളക്കത്ത് പറഞ്ഞ പോലെ കളി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓനേതായാലും ഓൻ്റെ കാര്യം ട്രീറ്റ്മെൻറ്റ് കാര്യം ഹോസ്പിറ്റലിലാക്കി. കളി നല്ല മുറുക്കത്തിലാണ്. ന്യൂ ബസാറിൻ്റെ ടീംസ് ആക്കണം. സെലിബ്രേഷൻ തുടങ്ങി. വൻ പരിപാടി. നല്ല അറേഞ്ച്മെൻറ്റ്സാണ്, കിടില അറേഞ്ച്മെൻറ്റ്സാണ്. കപ്പ് പറ അതിൻ്റെ അടി കൂടെ എങ്ങനെ ഓരോ കാഴ്ചകളുണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് ഒരു രസമല്ലേ. കാരണം എല്ലാത്തിനും കൊടുത്തു. അങ്ങനെ വീശ പിടിക്കില്ല. അതിലപ്പൻ്റെ വെറൈറ്റി ഐറ്റംസ്. അങ്ങനെ ഏതായാലും ഇതിപ്പോൾ ഒന്ന് കോളാകുന്നൊരു കോലുണ്ട്. ട്രിപ്പിംഗ് ഒക്കെ അടുത്തുകൊണ്ട് പോട്ടെ ഇപ്പുറത്ത് കിട്ടെടുത്ത് അബുവിൻ്റെ അടുത്തുള്ള കളി. അപ്പോൾ ഒരു കൊട്ട് കൊട്ടും കൊട്ടുന്നല്ലോ ഒരു അടി അടിക്കും. ട്രിപ്ലിങ്. നൈസ്. ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ മുറുകിയാണ്. എന്നാലും ഇതുപോലെ നമുക്ക് ത്രില്ലടിപ്പുന്ന രീതിയിലാണ് ഇന്നലെ ഈ കളി പോയി. ചെറിയൊരു ഇതാണ്. അപ്പോൾ കൊടുത്തു. നേരെ കൊടുത്തു. അപ്പം കൊടുക്കുകയാണ്. റപ്പ കൊടുക്കുകയാണ്. ഒരു പ്രതീക്ഷ ഇവിടെ ഉണ്ട്. പോയി. ഇതൊരു പ്രതീക്ഷ വെക്കണം പോകുന്നത്. നൈസ് പരിപാടി. ഇവ ഗോളേറ്റ്. മോനെ ഏതാണ് ആ ഗോള്? ചക്ക 2 മലക്കം മറിഞ്ഞ് കണ്ട് കിടിലം പരിപാടി. സെലിബ്രേഷൻ ഓഫ് ദ ഇയർ PFC. നമ്മുടെ നാട്ടിൽ നമ്മളും PFC നമ്മളെ പടിഞ്ഞാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ വൈബിളുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ പണ്ടേ എന്ത് കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര മിംഗ്ലിങ്ങാണ്. നമ്മൾ പടിഞ്ഞാർക്കിൻ്റെ ഫെയർ കൂല നമ്മളൊപ്പം ഉണ്ടാവും കട്ടക്ക്.
അപ്പോൾ ഏതായാലും സെലിബ്രേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും തുടങ്ങി കളി. ആയിട്ടാ മോനെ കുടുങ്ങിയോ മനസ്സിലായതാ. എന്തായാലും കട്ടക്കുള്ള കളിയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ന്യൂബസാർ ടീം തോറ്റു എന്ന് പറഞ്ഞില്ല, പൊരുതി തോറ്റു എന്നൊക്കെ പറഞ്ഞ മാറ്റി ബറ പരിപാടിയാണ്. 1-0 നിൽക്കണം കേട്ടോ സംഗതിയിൽ. സെലിബ്രേഷൻ തുടങ്ങി. കാരണം ഏകദേശം ടൈം ഒപ്പാനായി, കഴിയാനായി, എൻഡിങ് ടൈമാണ്. ഇനിയൊരു പ്രതീക്ഷ ഇല്ല. ഓടി വരുന്നു ഏതോ ഒരുത്തിനേറ്റു മനസ്സിൽ. നേരെ അപ്പം കൊടുക്കാൻ ട്രീറ്റ്മെൻറ്റ് ഓ വാ ഹെഡ് കൊണ്ടൊരു ആറാട്ടാണൊന്നും കൊടുത്തു. ഇപ്പോൾ വിസിലടിക്കും. നൈസിലൊരു വിസിലടിക്കാൻ ചാൻസ്. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ നമ്മളെന്താട്ടി നേരെ പോകുന്നു. അല്ല ഞാൻ വണ്ടി കൊടുക്കും. അപ്പോൾ മക്കളാണ് അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ നാളെ കാണാം. ബൈ.